ബഹുമാനിക്കണം. ആ ബഹുമാനങ്ങളൊക്കെ കൊടുക്കണം. ഏതെല്ലാം തരത്തിൽ ബഹുമാനം കൊടുക്കണോ ആ ബഹുമാനങ്ങളൊക്കെ കൊടുക്കണം. ബുദ്ധിമുട്ടിക്കുന്ന ഒരു വെറുപ്പിക്കുന്ന ഒരു ഭാഷയും ഉണ്ടാകരുത്. അള്ളാഹുവിന്റെ ലഅനത്ത്, ഭൂമിയിൽ ശാപം കിട്ടിയ 7 കൂട്ടരെ ഹദീസിൽ എണ്ണിയപ്പോ അതിൽ ഒരു വിഭാഗമാണ് മാതാപിതാക്കൾക്ക് ഇടങ്ങേറുണ്ടാക്കിയ ആളുകൾ. അവരല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാണ്. ലഅനത്ത് കിട്ടിയ ആളുകള്, ലഅനത്ത് കിട്ടിയ ആൾക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എണ്ണിയപ്പോ ആ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞ ഒരു വിഭാഗമാണ് മാതാപിതാക്കളെ ഇടങ്ങേറാക്കിയ, ബുദ്ധിമുട്ടാക്കിയ ആള്. അത് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. പാപ്പാനെയും ഉമ്മാനെയും അവർക്കുള്ള ഹക്കൊക്കെ വീട്ടാൻ കഴിയാത്ത വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ടായാലും അവരോട് പെരുമാറേണ്ടതിന്റെ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അതുകൂടി വായിച്ച് ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കും. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, എന്റെ വാപ്പയും ഉമ്മയും അങ്ങേയറ്റത്തെ പ്രായമെത്തി. ഞാന് ഒരുപാട് അനുഗ്രഹങ്ങൾ എന്റെ ചെറുപ്പകാലത്ത് അവരിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. അവർക്കതിന്റെ കടപ്പാടും കാര്യങ്ങളൊന്നും ഞാൻ വീട്ടിയ ആളാകോ? ഇത്രയും കൊല്ലായിട്ട് ഞാൻ ഒരുപാട് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. കുറെ പ്രായം ഞാൻ അവരെ നോക്കിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ അവരെനിക്ക് തന്ന വിഷയങ്ങൾക്കൊക്കെ പകരം വീട്ടിയ ആളാകുമോ? തങ്ങൾ പറഞ്ഞു, ഒരിക്കലുമില്ല, അങ്ങനെ ആകൂല. കാരണം എന്താന്ന് വെച്ചപ്പോ പറഞ്ഞു, ഫൈന്നഹുമാ കാനാ യഫ്അലാനി ദാലിക്. ബാപ്പയും ഉമ്മയും ചെറുപ്പത്തിൽ നിനക്ക് സേവനങ്ങൾ തന്ന് വല്ലാതെ പോറ്റി വളർത്തി നിന്നെ സംരക്ഷിക്കുമ്പോ വഹുമാ യുഹിബ്ബാനി ബഖാഅക്. അവർ എപ്പോഴും സ്നേഹത്തോടെ സന്തോഷത്തോടെ കണ്ടിരുന്നത് നീ കുറെ കാലം ജീവിക്കണം, നീ ഭൂമിയിൽ കുറെ കാലം ശേഷിക്കണമെന്ന ആഗ്രഹമാണ്. അതേ സമയത്ത് വന്ത തഫ്അലു ദാലിക വതുരീദു മൗതഹുമാ. ഇപ്പൊ പ്രായാധിക്യത്തിലുള്ള ബാപ്പാക്കും ഉമ്മാക്കും നീ സേവനം ചെയ്യുമ്പോ നിന്റെ മനസ്സിൽ ഒരു വിഷയം ഉണ്ട്, ഇവര് മരിക്കും വരെയുള്ളൂ സേവനം ചെയ്യേണ്ടത് എന്ന ഒരു ഉദ്ദേശം നിന്റെ മനസ്സിലുണ്ടല്ലോ. അതുവരെയല്ലേ ഞാൻ ഇങ്ങനെ സഹിക്കേണ്ടതുള്ളൂ എന്നൊക്കെ നീ കരുതുന്നില്ലേ? അതുകൊണ്ട് ചെറുപ്പത്തിൽ നിനക്ക് എത്രത്തോളം ബാപ്പയും ഉമ്മയും ചെയ്തിട്ടുണ്ട്, അതിന് തുല്യമോ പകരമോ നീ എത്ര ചെയ്താലും ആകൂല. അതേ വേറൊരാള് വന്നിട്ട് ഉമ്മാന്റെ ദുസ്വഭാവത്തെ പറ്റി പരാതി പറഞ്ഞപ്പോ അവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്നോട് ദുസ്വഭാവിയായി ഉമ്മ പെരുമാറിയാലും ലം തകുൻ സയ്യിഅതൽ ഖുലുഖി, നീ ദുസ്വഭാവിയായി പെരുമാറാൻ പാടില്ല. ഹീന ഹമലത്ക 9 അശ്ഹുർ, 9 മാസം നിന്നെ ചുമന്ന് നടന്നു എന്ന നിലക്ക് നീ ദുസ്വഭാവിയായി നീ പെരുമാറരുത്. നിന്നെ ചുമന്നപ്പോ നീ ദുസ്വഭാവിയല്ലല്ലോ. എന്റെ ഉമ്മ ദുസ്വഭാവിയാണ് നബിയെ, എന്നാലും നീ അങ്ങോട്ട് ദുസ്വഭാവം കാണിക്കരുത്, നീ ദുസ്വഭാവിയായി പ്രവർത്തിക്കരുത്. നിനക്ക് 2 വർഷം മുലയൂട്ടിയപ്പോ അപ്പൊ നിന്റെ മാതാവ് ദുസ്വഭാവിയല്ല, നിന്നെ ഗർഭം ചുമന്നപ്പോ ദുസ്വഭാവിയല്ല, നിനക്ക് വേണ്ടി ഒരുപാട് രാവുകൾ ഉറക്കൊഴിച്ചപ്പോ ദുസ്വഭാവിയല്ല, നിന്റെ ദാഹം മാറ്റി വിശപ്പ് മാറ്റിയപ്പോ ദുസ്വഭാവിയല്ല. ലഖദ് ജാസൈതുഹാ, അതിനൊക്കെ ഞാൻ പകരം കൊടുത്തിട്ടുണ്ടല്ലോ എന്നയാള് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മാ ഫഅൽത, അങ്ങനെ ചെയ്യാൻ നിനക്ക് കഴിയില്ല. ഉമ്മ ചെയ്തതിന് ഉപ്പ ചെയ്തതിന് പകരമാകൂല നീ എന്ത് ചെയ്താലും. നബിയെ, എന്റെ തോളിലേറ്റിയിട്ട് ഉമ്മാനെ കൊണ്ട് ഞാൻ ഹജ്ജ് ചെയ്തു, ഉമ്മാനെ കൊണ്ട് ഞാൻ ഉംറ ചെയ്തു. അപ്പോഴും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ ജാസൈതഹാ, അതിന് പകരമായിട്ടില്ല. ആ 9നും ആ 2 വർഷത്തിനും തന്നെ പകരമായിട്ടില്ല. ബാക്കിയുള്ളത് കിടക്കട്ടെ, ആ പ്രസവ നേരത്തുള്ള ഒരു സെക്കൻഡിന് സമയമായിട്ട് പകരമായിട്ടില്ല. നല്ല രൂപത്തിൽ ബാപ്പയും ഉമ്മയും നമ്മുടെ സ്നേഹം, നമുക്കുള്ള സ്നേഹവും നമുക്കുള്ള പ്രാർത്ഥനയും സന്തോഷവും അവരിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ, പൊരുത്തം എന്ന് പറയുന്നത് നേടുന്ന രീതിയിൽ നമ്മുടെ ജീവിതം നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. ബാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം നേടാതെ ആകരുത് നമ്മുടെ ജീവിതം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഉമ്മാന്റെ ഖബറിന്റെ അടുത്തെത്തിയപ്പോ ഉമ്മാന്റെ കൂടെയുള്ള ചെറുപ്പകാലത്തെ കുറഞ്ഞ കാലം ആലോചിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് വിതുമ്പിപ്പോയി. ചുറ്റുഭാഗത്തുള്ള സ്വഹാബത്തൊക്കെ കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കരച്ചിൽ കണ്ടപ്പോ, കുറഞ്ഞ കാലല്ലേ ഉമ്മാന്റെ കൂടെ കിട്ടിയിട്ടുള്ളൂ, ആ ഒരു കാലം ആലോചിച്ച് അവസാന ഘട്ടത്തിൽ അബവായിൽ വെച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മ വസിയ്യത്ത് ചെയ്ത് നല്ല മാർഗത്തിൽ ഇബ്രാഹീം നബിന്റെ മില്ലത്തിൽ തന്നെ ജീവിക്കണമെന്നുള്ള വസിയ്യത്തുകളും നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ട് ഉമ്മ വഫാത്തായതൊക്കെ ആലോചിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് കരഞ്ഞുപോയി, സ്വഹാബത്തിനെ കരയിപ്പിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സന്തോഷത്തിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമ്മാക്കും ഉപ്പാക്കും വലിയ സ്ഥാനമാനങ്ങൾ ബഹുമതികൾ നൽകി ആദരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനത്തിന്റെ ഭാഗമായി. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ബാപ്പയും ഉമ്മയും ഇബ്രാഹീം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ കഴിഞ്ഞവരാണെങ്കിലും നബിതങ്ങളോടുള്ള ബഹുമാനത്തിന് വേണ്ടി ഉപ്പാനെയും ഉമ്മാനെയും ഒന്നുകൂടി ഹയാത്താക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുന്നിൽ വെച്ച് ഷഹാദത്ത് കലിമ ഉരുവിട്ടുകൊണ്ട് സന്തോഷത്തോടെ ബാപ്പയും ഉമ്മയും ബർസഖിയ ലോകത്തേക്ക് തന്നെ മടങ്ങി. അതൊരു ബഹുമാനമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അള്ളാഹു നൽകിയതാണ്. നേരത്തെ അവര് തൗഹീദിന്റെ മേലിലല്ലാത്തത് കൊണ്ടല്ല, നേരത്തെയും തൗഹീദിന്റെ മേലിലാണ്. ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തി പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാപ്പയും ഉമ്മയും എപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പാനെയും ഉമ്മാനെയും പറ്റി സ്വർഗത്തിന്റെ കവാടങ്ങൾ എന്നല്ലേ നമ്മോട് വിശേഷിപ്പിച്ചത്? അൽ വാലിദാനി ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകാനുള്ള കവാടങ്ങളാണ് ബാപ്പയും ഉമ്മയും. അത് മലർക്കെ തുറന്നു കിട്ടണം, കൊട്ടിയടക്കപ്പെടരുത്.